ദുരിതബാധിതരോടുള്ള അനാസ്ഥ സർക്കാരിന്റെ തുടരുകയാണ്. നമ്മളിപ്പോൾ ചെട്ടിമുക്ക് ദുരിതാശ്വാസ ക്യാമ്പിലാണ്. അവിടെ സ്കൂളിലുള്ളതാണ്. ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ദുരിതബാധിതരായിട്ടുള്ള ആളുകൾ അവർക്ക് മതിയായ വസ്ത്രങ്ങൾ, നല്ല വസ്ത്രങ്ങൾ ലഭിച്ചിരുന്ന പരാതി വന്നിരുന്നു. ഇന്നലെ മുൻ മന്ത്രിയും CPM നേതാവായിരിക്കുന്ന വീണ ജോർജ് ക്യാമ്പ് സന്ദർശിക്കുകയും ഇവരുടെ ആവശ്യങ്ങൾ കേൾക്കുക. അതനുസരിച്ച് CPM സംസ്ഥാന കമ്മിറ്റി അംഗം KP ഉദയഭാനു നേതൃത്വത്തിൽ ഇപ്പോൾ വസ്ത്രങ്ങൾ വിതരണം ചെയ്യണം. വസ്ത്രങ്ങൾ ആളുകൾക്ക് പുതിയ വസ്ത്രങ്ങൾ തന്നെ മേടിച്ച് കൊടുക്കുന്ന ഒരു ഇതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആളുകളുടെ ആവശ്യപ്രകാരം തന്നെ ഇത് കൊടുക്കുകയാണ്. കുട്ടികൾക്കും പ്രായവും ഉള്ളവർക്കെല്ലാം വ്യത്യസ്തമായി ഡ്രസ്സ് കൊടുക്കുകയാണ്. കാരണം ആളുകൾക്ക് ഈ പഞ്ചായത്തോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരോ ശരിയാവണ്ണം ഡ്രസ്സ്, അതിന്റെ പുതിയ ഡ്രസ്സുകളോ അവിടെ താമസിക്കാൻ, കാരണം അവരുടെ വീട്ടിൽ നിന്ന് കയ്യിൽ കിട്ടിയതെല്ലാം എടുത്തുകൊണ്ട് ഇറങ്ങുന്ന ഒരു സാഹചര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്കിപ്പോൾ ലഭ്യമാകുന്നത് അവർക്ക് വീട്ടിൽ നിന്ന് ഉള്ള ഡ്രസ്സുകൾ എല്ലാം അവർക്ക് എടുക്കാൻ സാധ്യമല്ലായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനൊരു കാര്യത്തിലേക്ക് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ചേച്ചി, ഇന്നലെ മുൻ മന്ത്രി വന്നപ്പോൾ നിങ്ങൾ ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞായിരുന്നു. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഡ്രസ്സായിട്ട് ഞങ്ങൾക്ക് പഴയ തുണികളായിരുന്നു തന്നത്. ഇവിടെ തന്ന പഴയ തുണികളായിരുന്നു. പഞ്ചായത്തിൽ നിന്ന് ഓരോരുത്തരും കളക്ട് ചെയ്ത് കൊണ്ട് വാങ്ങിച്ചുകൊണ്ട് തന്നതാണ്. പക്ഷെ അത് തന്നപ്പോഴത്തേക്ക് എല്ലാം പഴയതായിരുന്നു. ഇല്ല, വിഷമമായിരുന്നു, ഭയങ്കര വിഷമമായിരുന്നു, സങ്കടവും ഉണ്ടായിരുന്നു. വന്നപ്പോ പറഞ്ഞത് ഞങ്ങൾക്ക് സഹായം ചെയ്യണമെന്ന്. കിട്ടിയപ്പം നല്ലൊരു കാര്യമാണ്. സന്തോഷം. സന്തോഷം. നമുക്ക് ഇത്രയും വസ്ത്രം ഇല്ല, ഇത്രയും പേര് കിട്ടിയ വസ്ത്രം, നമ്മൾ ഇട്ടിരുന്ന വസ്ത്രം എടുത്തോണ്ട് വന്ന ആൾക്കാരാണ്. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് ഏറ്റവും നല്ല കാര്യം. നമുക്ക് സന്തോഷം, അതുപോലെ തന്നെ ആശ്വാസമുണ്ട്. പറഞ്ഞു ഞങ്ങൾ പഴയ വസ്ത്രമായിട്ടുണ്ടിരുന്ന അപ്പൊ ഞങ്ങൾക്ക് പുതിയത് കിട്ടുവാന്നേ സന്തോഷമാണ് ഞങ്ങൾ പറഞ്ഞായിരുന്നു. അതിന് പ്രകാരം കൊണ്ടുവന്നു തന്നു. സന്തോഷം, ഒത്തിരി സന്തോഷമുണ്ട്. ഞങ്ങൾ വെള്ളത്തിനകത്തൊന്നും ഒന്നും എടുക്കാൻ പറ്റാതെ ഞങ്ങൾ ഓടിപ്പോകുന്നതാണ്. ഇവിടെ നിന്ന് വന്ന് കഴിഞ്ഞിട്ട് ഒന്നും ക്രമീകരിക്കാൻ പറ്റാതെ അതിന് 2-3 ദിവസമായിട്ടായിരുന്നത്. പിന്നെ ഇപ്പം ഇന്നലെ കിട്ടിയതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത കുറച്ച് സാധനങ്ങൾ നിങ്ങൾ മാറ്റിയിട്ട് വെച്ചിട്ട് എടുത്തൊന്നുമില്ല. ഇന്ന് ഒത്തിരി മന്ത്രി വന്നപ്പോൾ ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. ഇന്ന് ഞങ്ങൾ പരിഹരിക്കാനൊക്കെ പറഞ്ഞു പോയി. ഒത്തിരി സന്തോഷമുണ്ട്, ഒത്തിരി സന്തോഷം. പറഞ്ഞു മന്ത്രിയല്ല, വീണ ജോർജ് ഇപ്പോഴും മനസ്സിൽ മന്ത്രിയല്ലേ, അവരുടെ മനസ്സിൽ വീണ ജോർജ് തന്നെയാണ് മന്ത്രി എന്നാണ് മറ്റൊരു കൗതുകം. CPM സംസ്ഥാന കമ്മിറ്റി അംഗം KP ഉദയഭാനോട് ചേരുവാണ്. സഖാബ്, ഇവർക്ക് വസ്ത്രം എത്തിച്ചു, പക്ഷേ സർക്കാർ അനാസ്ഥ തുടരുകയാണ്. ഇന്നലെ വീണ ജോർജ് ഇവിടെ സന്ദർശിച്ചപ്പോഴാണ് ഈ സ്കൂളിലെ ക്യാമ്പിലുള്ള സ്ത്രീകൾക്ക് അവർ വീട്ടിൽ നിന്ന് അവരുടുത്തിരുന്ന തുണിയും ജീവനും കൈപ്പിടിച്ചുകൊണ്ടാണ് അവരവിടുന്ന് ഇറങ്ങി ഓടുകയായിരുന്നു. അവർക്ക് വസ്ത്രങ്ങളൊന്നും എടുക്കാൻ നിർവാഹമില്ല. പഞ്ചായത്തിൽ നിന്ന് കുറേ പഴയ ഉപയോഗിച്ച കുറേ തുണികളാണ് ഇവർക്ക് കൊടുത്തത്. അത് ഉപയോഗിക്കാൻ കഴിയത്തില്ല എന്നവർ വീണ ജോർജിനോട് പറഞ്ഞതനുസരിച്ചാണ് ഇന്നത് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലെല്ലാം ഞാൻ പോയിരുന്നു. ആറന്മുളയിലെ ക്യാമ്പുകളിൽ ചെന്നപ്പോൾ അവിടെ വെളിച്ചമില്ല. രാവിലെ പ്രാഥമിക കാര്യത്തിന് ഒരു വെള്ളമില്ല. തികഞ്ഞ അനാസ്ഥയാണ്. വേണ്ടത്ര യാതൊരു ഗൗരവമോ ഏകീകരണമോ ഒന്നും തന്നെ ഗവൺമെൻറ് ഭാഗത്തില്ല. ഗവൺമെൻറ് ഭാഗത്തൊന്നും തികഞ്ഞ അനാസ്ഥയാണ്. മണ്ഡലത്തിലെ MLA ആണെങ്കിൽ ഈ സമയം കൊച്ചു പിള്ളേരെ പോലെ വെള്ളത്തിൽ ബർമോഡായിട്ടുണ്ട് വെള്ളത്തിൽ ഓടി നടക്കുക. ഒരു പഴക്കൊല എടുത്ത് തോളെ വെച്ചുകൊണ്ട് കൈ വെച്ചുകൊണ്ട് ഇത് കണ്ടപ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഈ പഴത്തിൽ എന്നാൽ 2 കുഞ്ഞുങ്ങൾക്ക് കൊടുത്തതിന് വേണ്ടിയല്ല, ഈ പഴക്കൊല്ലയും കൊണ്ട് മുന്നോട്ട് പോകുന്നതിനായി കുഞ്ഞുങ്ങൾ കിടന്ന് കരുതുന്നു. ഒരു അമ്മയാണെങ്കിൽ അവർക്ക് പിന്നെ അവിടുന്ന് 5 രൂപയും കൊണ്ട് വന്ന് കടക്കാരോട് കടം പറഞ്ഞ് 2 പഴം വാങ്ങിച്ച് കുഞ്ഞുങ്ങൾക്ക് വാങ്ങിച്ചു കൊടുത്തു. ഇത്തരം നിരുത്തരവാദപരമായ സമീപനമാണ് ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. എല്ലാ ക്യാമ്പുകളിലും പരാതിയാണ്, പരിഭവമാണ്, ആരും തിരക്കാനില്ലാത്ത. കഴിഞ്ഞ കാലങ്ങളിൽ 2018 ഇവിടെ നടന്ന കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമായിരുന്നു വെള്ളപ്പൊക്കം. അന്ന് CPM ജില്ലാ സെക്രട്ടറി കൂടിയാണല്ലോ ആ സമയത്ത്. അന്ന് MLA-മാരെല്ലാം അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആവശ്യമുള്ള കാര്യങ്ങൾ പാർട്ടിയും MLA-യും ജനങ്ങളും എല്ലാം കൂടെ ചേർന്ന് ഗവൺമെൻറ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഇവിടെ കണ്ടില്ല. ഇവിടെ ആരുമില്ല. പോലീസും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പ്, റവന്യൂ വകുപ്പ്, അതുപോലെ മറ്റ് കളക്ടറെ എല്ലാവരും ചേർന്ന് അന്ന് 2 കളക്ടർമാരാണ് ഈ പത്തനംതിട്ട വന്നത്. നൂകുമായിരുന്നു പുതിയ കളക്ടർ. അത് അദ്ദേഹത്തെ സഹായിക്കാനും വേണ്ടി ഹരികിഷോർ എന്ന് പറഞ്ഞ ഈ ജില്ലയിൽ ദീർഘകാലം വരുന്ന കളക്ടറെ വിട്ടു. എത്ര ഫലപ്രദമായിട്ടാണ് അതിനെ നേരിട്ടത്. ഇന്ന് നാഥനില്ലാത്ത അവസ്ഥയായി കേരളത്തിൽ. അതാണ് കേരളം നമ്മൾ കാണുന്നത്. തന്നെ ഇന്നലെ തന്നെ എനിക്ക് DYFI ഒരുപാട് സാധനം ഒരു ക്യാമ്പിൽ വെച്ചാൽ പലയിടത്തും എത്തിച്ചില്ലേ?
ഇന്നിപ്പോൾ DIFI ഇന്നലെ ഒരു ലോഡ് സാധനം പിന്നെ കോഴഞ്ചേരിയിൽ എത്തിച്ചു. ഇപ്പം കോഴഞ്ചേരി ആറന്മുള ക്യാമ്പിൽ എത്തിച്ചു. ഇപ്പോൾ അവർ രണ്ട് വാഹനം വിടാൻ പോവുകയാണ്. ഒന്ന് ആറന്മുളയ്ക്കും ഒന്ന് പിന്നെ ഇരവേലിലേക്കും വിടാൻ പോവുകയാണ്. തിരുവല്ലയ്ക്ക് പോകണമെന്നുണ്ട്, പക്ഷെ ഇപ്പോൾ തിരുവല്ലയ്ക്ക് പോകാൻ നിർവാഹമില്ലാത്തതുകൊണ്ടാണ് വെള്ളം ഡിവൈഎഫ്ഐ സജീവമാണ്. രക്ഷാപ്രവർത്തനം ഇന്നലെ CPM സനൽകുമാറും ഫ്രാൻസിസ് ആന്റണിയും എല്ലാം എന്റെ മുമ്പിൽ ഉണ്ട്. പഴയ MLA അവിടെ ഉണ്ട്, ഉൾപ്പെടെ എല്ലാം ഉണ്ട്. CPM ഏരിയ സെക്രട്ടറി AV സ്റ്റാലിൻ ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കളും ഇവിടെ സാന്നിധ്യമുണ്ട്. ക്യാമറമാൻ അഖിലേഷ് കുടുംബത്തോടൊപ്പം സുജിത് ബാബു, കേരള ന്യൂസ്, പത്തനംതിട്ട.